നീ മറ്റേ ശവം കൊണ്ടുവന്ന വണ്ടി ഓടിക്കുന്ന ആളല്ലേടാ, നീ ശവം അറിയില്ലടാ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. ഭയങ്കരമായിട്ട് ഒച്ച വെച്ചിട്ട് പുള്ളി, നീ കാണും ഞങ്ങൾക്ക് ജോലിയില്ല. അപ്പം എല്ലാവരുടെയും വിചാരം ഈ ആംബുലൻസ്, ചെറിയ വണ്ടി അല്ലെങ്കിൽ ഈ ബേസിക് വണ്ടി ഓടുന്ന ആൾക്കാർ ശവം കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഞാനിപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ശവം കൊണ്ടുപോകുന്നതിൽ എന്താ കുഴപ്പം? ഞാനത് സന്തോഷത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അവരുടെ അവസാന മൊമെൻറ്റിലും നമുക്ക് അവരുടെ കൂടെ, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് നിൽക്കാൻ ഒരു സ്പേസ് കിട്ടിയില്ലേ. ഞാൻ സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എവിടെ പോയാലും, ഇപ്പം കഫിലിൽ വെക്കണ ഒരു ബോഡി ആയാലും, അല്ലാതെ ഇപ്പോൾ ഹിന്ദുക്കളുടെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും ഞാനും കൂടെ ചേർന്ന് നിന്ന് നമ്മൾ പിടിച്ചെടുത്തു. അപ്പോൾ അതിലെനിക്ക് ഇതുവരെ ഒരു കുറച്ചിലോ കാര്യങ്ങളോ തോന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് അതെന്തോ ഒരു ഐത്യം പോലാണ്. കണ്ടു കഴിയുമ്പോഴത്തേന് നീ ശവം ഓടിക്കുന്ന വണ്ടി, ശവം കൊണ്ടുപോകുന്ന വണ്ടി ഓടിക്കുന്ന ആളല്ലേ. ചിലർ അടുത്ത് പോലും നിൽക്കില്ല. എന്നാൽ ചിലരുണ്ട്. എനിക്ക് റീസെൻ്റായിട്ടൊരു അനുഭവം ഉണ്ടായത്, ഒരു 3 മാസം മുമ്പേ ഇവിടെ പാലാരിവട്ടത്തൊരു ബോഡി കൊണ്ടുവെക്കാൻ പോയപ്പോൾ കൂടെ വന്നൊരു ബൈസ്റ്റാൻഡർ രക്ഷയാണ്, നാട്ടുകാരനാണ്. പുള്ളി അത്യാവശ്യം സംസാരിച്ച് കമ്പനി ആയപ്പോൾ എന്നോട് പറഞ്ഞു, അത് കുറച്ച് സമയമെടുക്കും, ഒരു കാര്യം ചെയ്യുന്നവർ കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ കഴിച്ചില്ല, എൻ്റെ പേരെന്തോ വിജയ് എന്ന് പറഞ്ഞു. അന്നൊരു കാര്യം ചെയ്യുക, വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഫുഡ് തന്നിട്ടുണ്ട്. പിന്നെ ചില ഒ.പി കേസ് എടുക്കാൻ പോകുമ്പോൾ അവർ കട്ടൻ ചായ ഇട്ട് തരും, അല്ലെങ്കിൽ കാപ്പി തരും, അല്ലെങ്കിൽ ഫുഡ് തരും. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ച് നല്ല ആൾക്കാർ. ഇതെല്ലാം ചെയ്യുന്ന പാവപ്പെട്ടവരാക്കളായിരുന്നോ. കയ്യിൽ 5 പൈസ എടുക്കാത്ത ആൾക്കാർ ഇതൊക്കെ ചെയ്യുള്ളൂ. ചില കേസ് കൊണ്ടുപോയിട്ട് റിട്ടേൺ വരുമ്പം നമ്മൾ എമൗണ്ട് പറയും. എമൗണ്ട് പറയുമ്പോഴത്തേക്ക് അത്രയും പൈസ ഇല്ലാത്ത നമുക്ക് കാണുമ്പോൾ അറിയാം. കാരണം നമ്മളും കഷ്ടപ്പെടുന്ന വന്ന ആളായതുകൊണ്ട് നമുക്ക് അറിയാം. അപ്പം നമ്മൾ കമ്പനി വിളിച്ചിട്ട് പറയും, എടാ ഇച്ചിരി പൈസ ഇല്ലാത്ത ടീമാണ്. അപ്പം പറ അണ്ണ ഇത്ര മേടിക്കാമെന്ന് പറയും. ഇത്ര പറയുമ്പോഴും പുള്ളി 50 രൂപ എടുത്ത് കൈ വെച്ച് തരും, ചായ കുടിച്ചു പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഹോസ്പിറ്റലിൽ വലിയ ബില്ലുകൾ കൊടുത്തിട്ട് നിങ്ങളോട് ബാർഗെയിൻ ചെയ്യുന്ന ആളുകൾ ഒരുപാട് അതാണ് ഏറ്റവും കൂടുതൽ. എങ്ങനെയാ അതിന്റെ ഒരു അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കക്ഷീനെ ഡിസ്ചാർജ് എടുത്തു നിൽക്കാം. അപ്പോൾ നമ്മൾ കിലോമീറ്ററിനാണ് ചാർജ് ഈടാക്കുന്നത്. ഗവൺമെൻറ് പറയുന്നൊരു ചാർജ് ഉണ്ട്. അതിപ്പോൾ AC വണ്ടി, നോൺ AC വണ്ടിക്കും, അതുപോലെ തന്നെ ചെറിയ വണ്ടി തൊട്ട് വലിയ വണ്ടി, ICU, അങ്ങനെ 3 കാറ്റഗറിയാണ്. 4 കാറ്റഗറികളുണ്ട്. അപ്പം ഈ ഓരോ വണ്ടിക്കും ബേസിക് ചാർജ് ഉണ്ട്. ഇത് നമ്മൾ കിലോമീറ്റർ നോക്കി കണക്കാക്കിയാണ് പറയണത്. വിത്ത് വെയിറ്റിംഗ് ചാർജ് ഉണ്ട്, വെയിറ്റിംഗ് ചാർജ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 1300 ആയി കഴിഞ്ഞാൽ പറയും അത് എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ. അപ്പോൾ ഈ 6-8 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ ചിലവാക്കിയിട്ട് നമ്മളെ വിളിച്ച് നമ്മുടെ അടുത്ത് ബാർഗെയിൻ. അപ്പോഴും ആലോചിക്കണം, ഈ 1300 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന വെറും 260 രൂപയുള്ളൂ. ഈ 260 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 3-4 മണിക്കൂർ പോയി കിടക്കുന്നത്. അപ്പോൾ ഈ 260 രൂപയ്ക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ അന്നൊരു ദിവസം ആ ഒരൊറ്റ ഓട്ടോ ഉള്ളെങ്കിൽ ആ 260 രൂപയ്ക്ക് ഫുഡ് കഴിച്ചാൽ അത് തീർന്നു. പിന്നെ പിറ്റേ ദിവസം ഓട്ടം കിട്ടണം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ മാസത്തെ എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ വെറും 4300 രൂപയായിരുന്നു, ഫുഡും എല്ലാം കഴിച്ചിട്ട്. 4300 രൂപയാണ് എൻ്റെ സാലറി കിട്ടിയത്. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാ 4300 ജീവിക്കുക? ഒരിക്കലും പറ്റത്തില്ല. ഇപ്പം ഒരു ഫാമിലിയിൽ 2 പേര് ഒരുമിച്ച് ജോലി എടുത്തിട്ടും അവർക്ക് ആ ഒരു എമൗണ്ട് ടാലി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ 4300 രൂപ കയ്യിരുന്നത്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ലീവിന് പോയപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള കൊളീഗിൻ്റെ അടുത്ത് നിന്ന് 2000 രൂപ കടം മേടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. കാരണം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അമ്മയുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, മകൻ ജോലി കഴിഞ്ഞ് വരുന്നതാണ്, എന്തെങ്കിലും മേടിച്ചിട്ട്. അപ്പം വീട്ടിൽ സാധനങ്ങൾ മേടിക്കണം, അവരെയും കൊണ്ട് സിനിമയ്ക്ക് പോകണം. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫാമിലിയാണ്. എനിക്കെന്ന് പറഞ്ഞാൽ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു അനിയത്തിയുണ്ട്, പുള്ളിക്കാരിക്ക് കുവൈറ്റിലാണ്. അതും മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്, ന്യൂനേറ്റൽ ഫീൽഡാണ്. പിന്നെ ഉള്ളത് വൈഫാണ്. വൈഫ് ആയുർവേദ നേഴ്സാണ്. അപ്പോൾ പിന്നെ ഉള്ളത് ഞാനാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ടും വീട്ടുകാരുടെ നിന്ന് ക്യാഷ് അങ്ങനെ വാങ്ങാത്ത ടൈപ്പാണ്. അപ്പോൾ മാക്സിമം നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാശ് ഉണ്ടാക്കാമോ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കാം. ഈ ചിതറിയ ശരീരങ്ങൾ നമുക്ക് തരുന്ന ഒരു ട്രോമയുണ്ടല്ലോ, ഉണ്ട്. അത് ഇപ്പൊ സിനിമയിലൊക്കെ കാണുമ്പോഴേ അതിന് ഈ പറഞ്ഞ പോലെ വയലൻസിന്റെ ഫണ്ണൊക്കെ ഉള്ളൂ. ഇത് നേരിട്ട് അല്ല, കാണുമ്പോൾ വയലൻസ് ഞാൻ നേരിട്ട് കണ്ടൊരു അനുഭവം എനിക്കുണ്ട്. കാരണം ഞാൻ പാലാരിവട്ടത്ത് വണ്ടി കിട്ടുന്ന ഒരു ടൈമിൽ ഒരു ദിവസം ചായ പിടിച്ച് തിരിച്ച് കയറി വന്നപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരനെ കൊണ്ടുവന്നു. അപ്പോൾ വീൽ ചെയറിൽ ഇരുത്തിയ പാടെ തന്നെ വീൽ ചെയർ ഫുള്ള് ബ്ലഡാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ചേട്ടനും അനിയനും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ചേട്ടൻ അനിയനെ വെട്ടിയതാണ്. ഏതാണ്ട് ശരീരം മൊത്തം മുറിവാണ്, ഫുള്ള് തലയിലും അവിടെ എല്ലാം മുറിവാണ്. അപ്പം ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വിജയ് ഇത് ഇവിടെ പറ്റില്ല, പെട്ടെന്ന് റെഫർ ചെയ്യുന്നതാണ്. പുള്ളിനെ അപ്പോഴേ നമ്മളെടുത്ത് എൻ്റെ ബെഡിൽ കിടത്തി O2 സപ്പോർട്ട് ഇട്ടു, നേരെ വിട്ടു. നേരെ അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ തന്നെ ബൈസ്റ്റാൻഡർ തന്നെ പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അവിടെ കൊണ്ടു ചെന്നു. അവർ വേണമെങ്കിൽ ആംബുലൻസിലൂടെ എടുത്ത് അകത്ത് കൊടുക്കും. അതേപോലുള്ള ആൾക്കാരാണ് എല്ലാവരും, പെർഫെക്റ്റാണ്. കൊണ്ട് ചെന്ന പാടെ തന്നെ അവർ പെട്ടെന്ന് വെന്റിലേറ്ററിൽ ആക്കാനുള്ള പരിപാടിയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് ഏറ്റവും കൂടുതൽ സങ്കടം വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓട്ടോ പൈസ 800 രൂപ പറഞ്ഞു. അപ്പം അതൊരു അമ്മയാണ്, അധികം ഹൈറ്റൊന്നുമില്ല, വീട്ടുജോലിയാണ് പുള്ളിക്കാരിക്ക്. അപ്പം അമ്മ 800 രൂപയെന്ന് പറഞ്ഞപ്പോൾ 500 2 നോട്ട് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ 200 എൻ്റെ ഇതിനകത്ത് അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ 500 2 നോട്ടുമായിട്ട് ഞാൻ വണ്ടിയിൽ കയറി.
വണ്ടി വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഈ നോട്ടെടുത്ത് നോത്തപ്പോൾ ഈ 2 നോട്ടിലും ബ്ലഡാണ്. മനസ്സിലായില്ലേ? 2 നോട്ടിലും നിറഞ്ഞ് ബ്ലഡ് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കങ്ങ് ഒരു മനസ്സിനൊരു വിഷമം. ഞാൻ ഇതും മേടിച്ചുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് വയറ് നിറയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടി യൂ ടേൺ എടുത്തിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി കൊണ്ട് വണ്ടി ചവിട്ടി എടുത്തിട്ട് ഞാൻ സെക്യൂരിറ്റി ചേട്ടാ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ആ 200 രൂപ മേടിച്ച് ഈ 2,500 കൈ കൊടുത്തിട്ടാണ് അമ്മ ഇത് വെച്ചോ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇത് കണക്കെഴുതി വെക്കണം നമുക്ക്. നമ്മൾ പോകുന്ന ഓട്ടത്തിൻ്റെ കണക്കെഴുതണം. ലാസ്റ്റ് കണക്ക് ക്ലോസ് ചെയ്യാൻ നേരം ഞങ്ങളുടെ ഓണർ ലിജുവേട്ടനാണ്. ലിജുവേട്ടനും അതുപോലെ തന്നെ മനോജേട്ടനാണ്. അപ്പോൾ കണക്ക് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ലിജുവേട്ടനോട് പറഞ്ഞു, ലിജുവേട്ടാ ഇന്ന പോലെ ആ ഓട്ടത്തിൻ്റെ പൈസ വാങ്ങിയിട്ടില്ല, അപ്പോൾ ഇന്ന പോലെയാണ് ഇൻസിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഇന്ന പോലെ ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ലടാ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എൻ്റെ ബാറ്റയിൽ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നും വേണ്ട. പക്ഷെ അവിടെ ഞാൻ ഒരു മനുഷ്യനെ കണ്ട്. കാരണം ഞാൻ ഇത്രയും നാൾ ഈ വർക്ക് ചെയ്ത് വന്ന ഒരു രീതി അങ്ങനെയല്ലായിരുന്നു. അവിടെ ഞാൻ നല്ലൊരു മനുഷ്യനെ കണ്ടു. പുള്ളി എന്നോട് പറഞ്ഞു അത് കുഴപ്പമില്ലടാ. ഈവൻ പലപ്പോഴും കണക്ക് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ 300 400 അങ്ങോട്ട് കൊടുക്കാണ്ടായിരുന്നെങ്കിൽ വെട്ടും. വെട്ടിയിട്ട് പുള്ളി പറയും നീ കൈ വെച്ചോളാൻ പറയും. എന്നാൽ ഇതിനകത്ത് പുള്ളിക്ക് വലിയ ലാഭമൊന്നുമില്ല. പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോഴും ഇത് ബിസിനസ്സാക്കി കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ ഇത് ജീവിതമാർഗ്ഗമാക്കി കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരെ അതിലൊരു ആളാണ് പുള്ളി. കാരണം പുള്ളി ഒരു ഡ്രൈവർ ആയതുകൊണ്ട് പുള്ളിക്ക് അറിയാം ഡ്രൈവറിലെ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് പുള്ളി ഒരു കാര്യത്തിൽ ആരെയും ഫോഴ്സ് ചെയ്തില്ല. പുള്ളി നിങ്ങൾക്ക് ഇഷ്ടമോ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വണ്ടി ഓടിച്ചാൽ മതി. കേസുകൾ വിളിക്കുമ്പോൾ പോയി അറ്റൻഡ് ചെയ്യുക. അത് നീറ്റ് ആൻഡ് ക്ലിയർ ആകുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ പല കേസുകളിലും കൈകാലുകൾ അറ്റുപോകുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിന് ഒരു മനസ്സാന്നിധ്യം കൂടി വേണമല്ലോ, ഉറപ്പായിട്ടും. അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു അനുഭവം എന്താ? അങ്ങനത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു 1.5 മാസം മുമ്പ് നമ്മുടെ പുളിഞ്ചോട് മറ്റേ റെയിൽവേ ക്രോസിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു തമിഴൻ പുള്ളിക്കാരനെ ട്രെയിൻ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനോജേട്ടൻ വിളിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുത്ത് പെട്ടെന്ന് ചെല്ലുന്ന സമയം എന്ന് പറഞ്ഞാൽ തുടയുടെ ഈ ഒരു ഭാഗമൊന്നും ഇല്ല, ഈ ഒരു ഭാഗം ഇവിടെ ഒന്നും ഇല്ല. പുള്ളിയുടെ ഇവിടെ ഇങ്ങനെ ഒരു കുഴിയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ബ്ലീഡിങ് അവിടെ നിന്ന് കണ്ടില്ല. അപ്പോൾ പുള്ളി നിലവിളിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഇവിടെ ഒന്നുമില്ല, എല്ലാം പോയി, അറ്റുപോയി, മാംസമൊക്കെ അറ്റുപോയി. എടുത്ത് വണ്ടിയിൽ കയറ്റി നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് എത്തിച്ച് ഞാനും കൂടെയാണ് അകത്ത് പോകണേ. അകത്ത് പോയി മാക്സിമം സ്റ്റിച്ച് ചെയ്യേണ്ടതും വെച്ച് കെട്ടുന്നതെല്ലാം വെച്ച് കെട്ടി പുള്ളി ഫ്ലൂയിഡും കാര്യങ്ങളും എല്ലാം ഇട്ടു. കാരണം റെഫർ ചെയ്യാനുള്ളൊരു മൈൻഡിലാണ് ചെയ്യണമെല്ലാം. അപ്പോൾ പെട്ടെന്ന് ഈ കൈ ഒന്ന് പൊക്കി എടുത്തപ്പോഴത്തേക്ക് ഇവിടുന്ന് വെയിൻ കട്ടായതാണ്. ഭയങ്കരമായിട്ട് ബ്ലഡ്. അവിടെ നിന്ന് നേഴ്സിൻ്റെ മേത്ത് മൊത്തം, ഡോക്ടറുടെ മേത്തെല്ലാം ബ്ലഡായി. പെട്ടെന്ന് ഇത് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അത്രയും ഈ ബ്ലഡും ടോട്ടലി ആ ഒരു ഫ്ലോർ നിറച്ച് ബ്ലഡാണ്. അപ്പോൾ ഇവരുടെ ബൈസ്റ്റാൻഡേഴ്സ് കുറച്ച് പേര് വെളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ ഷിഫ്റ്റ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലായി കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട്. അപ്പം വെളിയിൽ ചെന്നപ്പോഴത്തേക്ക് ഇവരുടെ പൈസ ഇല്ല. കാരണം നമ്മുടെ ഒരു ആംബുലൻസിൽ, നമ്മൾ പ്രൈവറ്റ് ആംബുലൻസാണ്, അപ്പോൾ അതിൽ കൊണ്ടുപോകുമ്പോൾ ഒരു എമൗണ്ട് ആവും. അതില്ലാത്തത് കൊണ്ട് അവർ 180 കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട് മോനെ എങ്ങനെയുണ്ട്, കുഴപ്പം വല്ലതും ഉണ്ടോ. അപ്പം ഈ ഭാര്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരി അവിടെ നിൽക്കുക. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു മാനസികാവസ്ഥ കാണുമ്പോഴത്തേക്ക് നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അവരൊരിക്കലും നമുക്ക് അവരുടെ മുഖത്ത് നോക്കി നമുക്ക് കാര്യം പറയാൻ പറ്റില്ല.